കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സ്കൂളിൽ വീണ് പരിക്കേറ്റ മകന് നീതി തേടി പിതാവിന്റെ ശബരിമല പദയാത്ര. അധികൃതർ കൈവിട്ടപ്പോൾ അയ്യപ്പനിൽ അഭയം പ്രാപിച്ച ഒരു പിതാവ്. സ്കൂളിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തന്റെ 10 വയസ്സുകാരനായ മകന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരുടെ വാതിലുകൾ നിരന്തരം മുട്ടിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്ന് വേറിട്ട സമരവുമായി ഒരു പിതാവ് പദയാത്ര തുടങ്ങുന്നു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി വെല്ലൂർ വീട്ടിൽ സുനിൽകുമാറാണ് തന്റെ മകൻ ഷമിൽ സുനിലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുമേന്തി ശബരിമലയിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 11 മഴ പെയ്ത് വെള്ളം ഒലിച്ചിറങ്ങിയ ക്ലാസ് മുറിയിൽ വഴുക്കി വീണ ഷമിലിന്റെ 2 പല്ലുകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടപ്പെടുകയും മറ്റു പല്ലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവ സമയത്ത് കേസാക്കരുതെന്നും ചികിത്സാ ചെലവുകൾ മുഴുവൻ ഏറ്റെടുക്കാമെന്നും സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വൻതുക ആവശ്യമായി വന്നപ്പോൾ മാനേജർ പിന്മാറുകയായിരുന്നു. തുടർന്ന് കൂലിപ്പണിക്കാരനായ സുനിൽകുമാർ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, കളക്ടർ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും ആരിൽ നിന്നും യാതൊരു സഹായവും ലഭിച്ചില്ല. സ്വന്തം മകന്റെ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലഞ്ഞ ഈ പിതാവ് ഒടുവിൽ സർക്കാരിലും അധികൃതരിലുമുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിച്ചാണ് തന്റെ സങ്കടം അയ്യപ്പന്റെ മുന്നിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഞാനിപ്പം ഇരുമുടിയായിട്ട് ശബരിമലയിലേക്ക് പോകുന്നത് എൻ്റെ മോന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിരി SNLP സ്കൂളിൽ മഴ പെയ്ത് ചോർന്നൊലിച്ച ക്ലാസ് റൂമിൽ വഴുക്കി വീണിട്ട് വീഴ്ചയിൽ സ്പോട്ടിൽ 2 പല്ല് നഷ്ടപ്പെട്ടു. 4 പല്ലുകൾ പകുതിയായിട്ട് പൊട്ടിപ്പോവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാനവിടെ എടുത്ത് അന്വേഷിച്ച് എനിക്ക് മനസ്സിലായപ്പം നല്ല അപകടമാണ് കുട്ടിക്ക് നടത്തുന്നതെന്ന് മനസ്സിലായി. ഈ കാര്യം ഞാൻ HMൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിത് സ്റ്റേഷനിലും ചാനലുകാരെയൊക്കെ അറിയിക്കുന്നു പറഞ്ഞപ്പോൾ HM പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സാറേ, 8-10 ടീച്ചർമാരുടെ ജോലിയാണ്, അത് ഇല്ലാണ്ടാക്കരുത്, മേലെ നിന്ന് നടപടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടച്ചിടേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻ എന്താ വെച്ചാൽ ചെയ്തു തരണം, ഇത് ഇവിടെ വെച്ച് നടന്ന അപകടം ആയതുകൊണ്ടെന്ന് പറഞ്ഞു. കാരണം സ്കൂൾ തുറന്നിട്ട് ജൂൺ 11 ആയിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. പക്ഷേ ടീച്ചർ പറയുന്നത് അങ്ങനെ ഒരു റൂം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറന്ന് ജൂൺ 11 ആയിട്ടും ഇങ്ങനെ ഒരു റൂം ആ HMൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ HM ആ ഓഫീസ് റൂമിലേക്ക് എല്ലാ ദിവസവും വരുന്നു, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ മാത്രമാണ്. ഇതുമാത്രമല്ല, അവിടെ 2 ആയമാരുണ്ട്, 16 ടീച്ചർമാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും ശോചനീയമായി കിടക്കുന്ന ഒരു റൂം അവിടെ കുട്ടികൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടത്താത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ കുട്ടിക്ക് ഇത് അപകടം സംഭവിച്ചു. പക്ഷേ മറ്റൊരു കുട്ടിക്ക് അത് സംഭവിക്കുമായിരുന്നു. സംഭവിക്കാതിരിക്കട്ടെ. ഇത്രയും ടീച്ചർമാരും ഇത്രയും HM എല്ലാവരും ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് ഈ ഗതി വന്നു. പിന്നെ അവിടെയുള്ള മാനേജർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കാണ്. അതുകൊണ്ടൊരു മാനേജർ എന്നും അവിടെ ഉണ്ടാവണമെന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെയൊക്കെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടുള്ളത്. മകന് നീതി ലഭിക്കണമെന്നും തന്നെ സഹായിക്കാൻ ഭഗവാൻ അയ്യപ്പൻ ഒരു മാർഗം കാണിച്ചു തരുമെന്നും കണ്ണീരോടെ പറയുന്ന സുനിൽകുമാർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മകന്റെ അവസ്ഥയോർത്ത് തേങ്ങിക്കൊണ്ടാണ് തന്റെ ഈ പ്രതിഷേധ യാത്ര തുടരുന്നത്. CCV ന്യൂസ്, ചേലക്കര.